എടി ഇറങ്ങാനായി. ഇതുവരെ ഒന്നും ആയില്ലേ? ആ ഈ വന്ന് ചോദിക്കണ നേരം എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ഇന്റെ ഒപ്പം വന്ന് സഹായിച്ചൂടെ? ആ അണക്ക് ഞാനേ അതും കൂടി ശീലാക്കി തരാടി. രാത്രി വരെ പണിയെടുക്കും വേണം, എന്നിട്ട് മൂക്ക് കൊണ്ട് തിന്നാൻ കൊണ്ടു തരും വേണം. എന്നിട്ട് ഞാൻ പോണ വരെ എന്റെ പണിയെടുത്ത് നിൽക്കുക ഇവിടെ. അത് നടക്കണ കാര്യല്ല. എന്താ നടക്കാത്തത്? ഇവിടെ നിങ്ങൾ പറയണ പോലെ അടുക്കള പണി മാത്രമൊന്നല്ല, അമ്മേന്റെ കാര്യമൊക്കെ ആരാ നോക്കുക? നിങ്ങൾ വരുമ്പോ തേനെ പാലേന്നൊന്നും പറഞ്ഞേ കളിപ്പിച്ച് ഒലിപ്പിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമല്ല. തിന്നാൻ നേരത്തിനെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കണം. പോരാത്തതിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണം, കുളിമുറിക്ക് വെച്ചു കൊടുക്കണം, തുണി കഴുകി കൊടുക്കണം. ഇതൊക്കെ ആര് ചെയ്യും കരുതിയിട്ടാ? ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. ആ ഇന്നൊരു കാര്യം ചെയ്യാം. നാളെ മുതലേ അമ്മേനെ ഞാൻ നോക്കും ചെയ്യാ, ഇവിടുത്തെ അടുക്കളത്തെ പണിയൊക്കെ എടുക്കും ചെയ്യാം. പുന്നേരം മോളെ ഞാൻ എടുക്കണ പണിയെടുത്താണ്ടേ കൂലിയും കൊണ്ട് ഇങ്ങോട്ട് വാ. അയ്യടാ, അല്ലെങ്കിലേ നല്ല ഒന്നാന്തരം ജോലിയില്ലേ ഒരാളെന്ന് ഞാന്. നിങ്ങളെ വയ്യാത്ത അമ്മയും കാരണാണ് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടത്. ആ എന്തിനു പറയണേ, ഈ അടുക്കളയെ കടന്ന് കരിയും പോകയും കൊള്ളാനാവും എന്റെ വിധി. എന്നിട്ട് പെങ്ങൾ എടുക്കണ പണിക്ക് പോകാന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണേ ഈ വേർതിരിവ്, അൻ്റത് ഇൻ്റത് എന്നുള്ള. ഓ പഠിച്ചു വിട്ട് ജോലിയായിട്ട് ഇജിപ്പോ ഒരു ജില്ലാ കളക്ടർ ആയിരുന്നു ഇവിടെ. അമ്മ അന്ന് എങ്ങനെയുണ്ട് കാലിന്? കുറവുണ്ടടാ. എന്നാ ഞാൻ പോയി തരാട്ടോ. അതെ, ഞാൻ എത്താൻ വൈകുകയാണെങ്കിലേ ഡൈനിങ് ടേബിളിൽ ചായയും കടിയും പിന്നെ കുടിവെള്ളവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് തിന്നോണ്ട് കേട്ടോ. അല്ല ഇജിപ്പോ എങ്ങട്ടാ പോണത്? ആ അപ്പൊ എത്ര പെട്ടെന്ന് ഇന്നലെ പറഞ്ഞൊക്കെ നിങ്ങൾ മറന്നോ? അമ്മ വയ്യാതെ അവിടെ ഒറ്റയ്ക്കല്ലേ. ഇപ്പൊ പോയാ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ട് വൈകുന്നേരം ആകുമ്പത്തിന് തിരിച്ചു വരാലോ. ഓ അത് ശരി. അപ്പൊ ഇജി തെണ്ടി തിരിയാൻ പോകുകയാണല്ലേ? ഇജിപ്പോ ഇവിടുന്ന് പോയിട്ടേ ആ വയ്യാതെ നടക്കണ എന്റെ അമ്മേനെ ആരാ നോക്കുക? ഇപ്പൊ പോണ്ട. അവിടെ ഇപ്പൊ അമ്മേനെ നോക്കാനും വേറെ ആളുണ്ടല്ലോ. ഇല്ല, അവിടെ ആരുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ ധൃതി പിടിച്ച് പോണത്. പിന്നെ അമ്മക്ക് വേണ്ടത് എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടാ ഞാൻ പോണത്. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഓ എവിടേക്കേലും പോയിക്കോ. എല്ലാ ദിവസവും ഉണ്ടാവും നോക്ക് വീട്ടിൽ പോകുമ്പോ ഓരോ ഞൊണ്ടി ന്യായങ്ങള്. അതെ, അവിടുത്തെ അവസ്ഥ മുഴുവൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ അമ്മ എത്ര മാസങ്ങളായി അവിടെ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ നിങ്ങൾ അവിടേക്ക് ഒന്ന് വരിക അല്ലെങ്കിൽ അവിടുത്തെ വിശേഷം അന്വേഷിക്കുക ചെയ്തിട്ടുണ്ടോ? എത്ര വരവ് പോക്കും ഞാൻ ചെയ്തു. അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഓ എനിക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ അമ്മേന്റെ കാര്യം നോക്കിയാൽ മതി. അമ്മ എന്നാ ഞാൻ പോയിട്ട് വേഗം വരാട്ടോ. ആ പോയിക്കോ. വന്നോ? എന്താ
മുഖം വല്ലാതൊക്കണേ. ചോറുണ്ടായിരുന്നു മുഴുവൻ തിന്നില്ല നിങ്ങള്? ഞാനൊന്നും പറയണില്ല. ഇജ്ജ് എവിടെ നോക്കിയാണ് ചോറും കറിയും പാത്രത്തിലാക്കിയത്? ഇനി ഇവിടുത്തെ വല്ല കാര്യം നോക്കാനാണ് ഒഴിവേണ്ടേ. കറിയിലാണെങ്കിൽ തുള്ളി ഉപ്പില്ല. അത് അറിഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യോ? അതന്നെ ഞാൻ പറഞ്ഞത്. ഇജ്ജ അറിയില്ല എങ്ങനെ ഇജ്ജ അറിയണത്? ഏത് നേരം അമ്മ 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 ഈ ഒരു ചിന്ത മാത്രല്ലേ ഉള്ളൂ. പിന്നെ എന്തൊരു കറിയിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ അറിയണേ. എന്റെ അമ്മേനെ ഞാൻ വെറുതെ അവിടെ കണ്ടോണ്ടിരിക്കാൻ പോകുന്നല്ല. അതിന് നനങ്ങണമെന്നുണ്ടെങ്കിലേ ഒരാളെ സഹായം വേണം. ആ അവസ്ഥയാണ്. ഇതൊക്കെ എന്തിനാ ഞാൻ അങ്ങോട്ട് പറയണത്? ഇത് വല്ലതും നിങ്ങൾക്ക് അറിയാതെ പോയിട്ട്. ഇതൊക്കെ എന്തിനാടി ഞാൻ അറിയണത്? അന്റെ അമ്മയല്ലേ, ഇന്റെ അമ്മയല്ലല്ലോ. നിങ്ങളാദ്യേ ഈ ചിന്താഗതി മാറ്റണം, എന്നാലേ കുടുംബം നന്നാകുള്ളൂ. ഈ അൻ്റത് ഇൻ്റത് എന്നുള്ള. ഇജ്ജ് ഇങ്ങനെ നന്നാക്കാൻ വരിക? ഞാൻ പറഞ്ഞത് എന്തടി തെറ്റ്? ഇങ്ങനെ തെണ്ടി എടുക്കല്ലേ? ഇവിടുത്തെ കാര്യമല്ല നോക്കണുണ്ടത്? ഇല്ലേ, ഇവിടുത്തെ ഒരു കാര്യം ഞാൻ നോക്കണില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ. നിങ്ങളെ നന്നാക്കാൻ വന്നേ ഇന്നെ പറഞ്ഞാ മതി. ഇജ്ജ് മര്യാദക്കെല്ലാം വെച്ചുണ്ടാക്കിയിട്ടുണ്ടോ? ഉച്ചയ്ക്കൊന്നും തിന്നിട്ടില്ല. അങ്ങനെ വഴിക്ക് വരി. അല്ല, അമ്മേനോ കൊണ്ടുപോയിട്ട് 2-3 ദിവസമായില്ലേ? ഇജ്ജ് അമ്മേന്റെ വല്ല വർത്താനോ വിളിച്ചന്വേഷിച്ചോ? എന്തിനോ ഓൻ കൊണ്ടുപോയിന്ന് കരുതിയിട്ട് ഇമ്മളമ്മല്ലത്? ഉമ്മളമ്മേ? ആര് പറഞ്ഞു? അതെ, ഇങ്ങളെ അമ്മേനെ. അതുകൊണ്ടേ സുഖവിവരം ഇങ്ങളെന്നെ ഇങ്ങോട്ട് അന്വേഷിച്ചാ മതി. എനിക്കതിനൊന്നും സമയമല്ല. എനിക്കേ എന്റെ അമ്മേന്റെ സുഖവിവരം തന്നെ ഉണ്ട് ഇഷ്ടം പോലെ അന്വേഷിക്കാന്. അപ്പൊ അത് ശരി. അപ്പൊ ഇജ്ജ് മനഃപൂർവ്വമാണല്ലേ? മനഃപൂർവ്വം തന്നെയാണ്. ഇങ്ങക്ക് അണ്ടത് ഇൻ്റെതെന്ന് പറയാൻ പറ്റെങ്കിലേ എനിക്കും അങ്ങനെ തന്നെയാണ്. ഇനി മുതൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഹലോ, എന്താടാ? അപ്പൊ അണക്കാരില്ല അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത്? പറഞ്ഞു നിക്കാന്ന വേഗം കൊണ്ടോന്നാല്. ഞങ്ങളവിടെ എത്തിക്കോളാം. ഇതിനാണ് പോൻ അങ്ങോട്ട് അമ്മേനെ കൊണ്ടായത്. എടി, ഒന്നും പറ്റാഞ്ഞാ മതി. ഇവളവിടെ പോയി കിടക്കുക. എടി, അമ്മയൊന്ന് തട്ടി വീണു. പരിചയമില്ലാത്ത സ്ഥലല്ലേ? വേണ്ട ഡ്രസ്സ് മാറ്റി, നമുക്ക് പോണം. എവിടേക്ക് പോണ്? ഞാൻ വരുന്നില്ല. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. അത് പറഞ്ഞാലെങ്ങനെ? ഇമ്മളല്ലേ വേഗം എത്തേണ്ടത്? അപ്പൊ നിങ്ങക്ക് വേണ്ട മര്യാദ ഒന്നും നിശ്ചലാഞ്ഞിട്ടല്ല അല്ലേ? ഞാനൊന്നും പറയണില്ല.
നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നില്ല. നിങ്ങൾ പോക വരെ എന്താച്ചാ കാട്ടിക്കോളി. നോക്ക്, ഇത് അമ്മേന്റെ കാര്യാണ്. കളിക്കല്ലേ വെറുതെ. കളിക്കാൻ നിക്കണ്ട. എനിക്കേ ഇന്റെ അമ്മേടെ കാര്യം നോക്കിയാ മതി. ഇങ്ങളെ അമ്മേടെ കാര്യേ ഇങ്ങള് നോക്കിക്കോളി. പോണില്ലേ? പോവണം. അല്ല, ഇജ്ജെങ്ങട്ടാ? വരി, പോകല്ലേ? അപ്പോ ഇജ്ജല്ലേ ഇല്ലാന്ന് പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണ പോലെ ചിന്തിക്കാം എന്നെ കൊണ്ട് ഒരു കാലത്തും പറ്റൂല. എനിക്ക് രണ്ടമ്മമാരും ഒരുപോലെ തന്നെയാണ്. അതിലൊരു കാലത്തും ഒരു മാറ്റം ഉണ്ടാകൂല. സോറി. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.